ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ദോഹയിലെ കത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകതരം ഫെസ്റ്റിവൽ ഉണ്ട്. അതിൻ്റെ പേരാണ് മഹാസിൽ ഫെസ്റ്റിവൽ. ഈ മഹാസിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിക്കാർക്ക്, അതായത് ഖത്തറിലുള്ള കൃഷിക്കാർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സ് ബാക്കിയുള്ളവരെ കാണിക്കാനും അവർക്ക് വിൽക്കാനുമായിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു ഇവൻ്റാണ്. അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടെയുള്ളത് എന്നെല്ലാം. ഓക്കെ, മാസ്ക് ഇടാണ്ട് ഇവിടെ എവിടെയും ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ മഹാസിൽ ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ് ഗേറ്റ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ മൊബൈലിൽ എർത്രാസ് ആപ്പ് ഗ്രീനും കാണിക്കണം, പിന്നെ മാസ്ക് ഇല്ലാതെ ഇവിടെ കയറാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ ഞാൻ മൊബൈലാണ് റെക്കോർഡ് ചെയ്യണേ, അതൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഗ്രീൻ ആപ്പ് കാണിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാർ, ഇതാണ് മഹാസിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഒരുപാട് കടകളും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡനും അങ്ങനെയൊക്കെയാണ് ഇവിടെ. നല്ലൊരു കാലാവസ്ഥയാണ് ഖത്തറിൽ ഇപ്പോൾ എന്ന് പറയുന്നത്. വിൻ്ററാണ്. ഉച്ചയ്ക്ക് 2:30 ആണെങ്കിൽ പോലും ഒരു 22-20 ഡിഗ്രി താപനില മാത്രമാണ് ഇവിടെ ഉള്ളത്. നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയാണ്. ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കൂടിയിട്ടുണ്ട്. ഇന്നൊരു ദിവസത്തിനാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്, എങ്കിൽ പോലും ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കാം. നല്ല ഭംഗിയിലാണ് ഇവിടെ എല്ലാം. പൂക്കളും ഇതൊക്കെ ആയിട്ട് പലതരത്തിലുള്ള പൂക്കളും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഖത്തർ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റായിട്ട് ഓൾറെഡി ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. കടകൾ 3 ചുറ്റിലും കടകളാണ്. ഇവിടെ ഒരു നഴ്സറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പലതരം ഇൻഡോർ പ്ലാന്റ്സ്, ഇപ്പോൾ മണി പ്ലാന്റ് ആയാലും വീട്ടിലോട്ടുള്ള പ്ലാന്റ്സ് ആയാലും പിന്നെ പുറത്തോട്ടുള്ള പ്ലാന്റ്സിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ടുവന്നത് നമുക്ക് കാണാവുന്നതാണ്. ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഭംഗിയുള്ള പൂക്കളും ഇതെല്ലാം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനായാലും സെൽഫി എടുക്കാനായാലും കുടുംബത്തോടൊപ്പം നിന്ന് നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ്. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ കടകളുടെ ഉള്ളിലോട്ട് ഒന്ന് കയറി നോക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ദിവസം ആയാലും അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവിധ പച്ചക്കറികളും ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പച്ചക്കറികളാണ്. തിരക്കുണ്ടെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സേഫ്റ്റി ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനൊരു ഇവൻ്റ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി, മുളക്, ക്യാപ്സിക്കം, വഴുതനങ്ങ, അങ്ങനെ എല്ലാവിധ ലോക്കലി പ്രൊഡ്യൂസ്ഡ് പച്ചക്കറികൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വിലയും വളരെ റീസണബിൾ ആണ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല വില കുറവിനാണ് അവരിവിടെ നമുക്ക് വേണ്ടി അത് തരുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള മഷ്റൂംസ് നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുള്ള മഷ്റൂംസ്, വൈറ്റ് പിന്നെ ബ്രൗൺ മഷ്റൂം ഉണ്ട്, പിന്നെ അതാ വലിയ മഷ്റൂം ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. എല്ലാ പച്ചക്കറികളും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ലോക്കലി പ്രൊഡ്യൂസ് ആയിട്ടുള്ള ഈന്തപ്പഴം മുതൽ ഹണി വരെ നല്ല തേൻ, ഫ്രഷ് ആയിട്ടുള്ള തേൻ വരെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഒരു ഹണി കോമ്പ തന്നെ ഇവിടെ ഒരു നമുക്ക് വേണ്ടി കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഹണി തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ലോക്കലി പ്രൊഡ്യൂസ് ആയിട്ടുള്ള നല്ല ഫ്രഷ് തേനായതുകൊണ്ട് തന്നെ നല്ല വില കാണുന്നുണ്ട്. അപ്പോൾ അത് ഫ്രഷ് തേൻ വേണമെന്നുള്ളവർക്ക് വന്ന് ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും കുറച്ച് പച്ചക്കറി മേടിക്കാമെന്ന് വെച്ചു. കുറച്ച് തക്കാളിയും കുക്കുംബറും ക്യാപ്സിക്കം ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. തക്കാളിയൊക്കെ ഉണ്ടോ? അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ്. കണ്ടാൽ തന്നെ അറിയാം, ഒരു കേടുമില്ല. കുക്കുംബറും നല്ല ഫ്രഷാണ്. തടിയൊക്കെ കുറയാനൊക്കെ ആയിട്ട് കുക്കുംബർ നല്ലതല്ലേ, കുറച്ച് മേടിച്ച് കൊണ്ടുപോകാമെന്ന് വെച്ചിരിക്കുകയാണ്. പച്ചക്കറിക്കൊക്കെ നല്ല വില കുറവാണ്. ഇത് കണ്ടാലറിയാം, നല്ല വില കുറവാണ്, നല്ല ഫ്രഷുമാണ്. അപ്പം ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് ഇറങ്ങുകയാണ്. വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം 2-3 ഫോട്ടോസൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഖത്തറയിൽ നല്ലൊരു സൺസെറ്റ് സ്പോട്ട് ഉണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയ ഷോട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. 2 ഫോട്ടോസ് എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ പാർക്ക് ചെയ്യാനെല്ലാം എളുപ്പമാണ്, ഒരുപാട് സ്ഥലമുണ്ട്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ സെൻറ്റ് റെജിസ് ഹോട്ടലിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടെ പാർക്കിംഗ് ഉള്ളത്, ഒരു പ്രശ്നമില്ല. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ മഹാസിൽ ഫെസ്റ്റിവലിലെ എല്ലാ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുവിധം എല്ലാതും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗാർഡനിലുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഷോപ്സ് നിങ്ങൾക്ക് കാണാം. ഈ ഷോപ്സിലെല്ലാതും പലതരം വെജിറ്റബിൾസും ഹണി, മഷ്റൂം, ഡയറി പ്രോഡക്ട്സ്, അങ്ങനെ എല്ലാ ലോക്കൽ പ്രോഡക്ട്സും ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹണിയൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്, ആസ് യു നോ, ഇത് ഒറിജിനൽ ഹണിയാണ്, അപ്പോൾ എക്സ്പെൻസീവാണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീസണബിൾ പ്രൈസസിലാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഏറ്റവും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് വളരെ ഫ്രഷ് ആയിട്ട് ഖത്തറിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സെൽഫ് സഫിഷ്യൻ്റായിട്ട് ഖത്തർ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത വെജിറ്റബിൾസും ഐറ്റംസും ആണുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഇവിടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. 2-ാം തീയതി കഴിഞ്ഞാൽ ടൈമിങ്ങിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് 3 മണി 2:30-3 മണി ആണെങ്കിൽ പോലും നമുക്കൊരു ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഇത് കാണുക, ഇവിടെ ആസ്വദിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് അഭിരാം സൈനിങ് ഓഫ്. സീ യു.